കൂട്ടുകാരെ നമസ്കാരം, കസിംബായി ആണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന കുറച്ച് കാഴ്ചകളും റൂമിൽ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. മഴ പെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ദോരക്കളായിരുന്നു. എൻ്റെ ഉമ്മ അടക്കമുള്ളവർ മോനെ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെയ്ത മഴയോ ഒന്നൊന്നര മഴ പെയ്തു, എല്ലായിടത്തും ചെളിക്കെട്ടും, വീട്ടിലൊക്കെയാണ് പലയിടങ്ങളിലും ചോർച്ചയും ബഹളമൊക്കെ തന്നെയാണ്. അപ്പൊ ഉമ്മ തന്നെ പറയാം എന്തൊരു മഴയത് എന്ന്. സംഭവം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യാനാ, ഈ മലയാളികളുടെ മനസ്സ് വേറൊന്നും ഞാൻ കാണിച്ചു തരട്ടെ. മലയാളികൾ പൊളിയാണെന്നല്ല എല്ലാവരും പറയുന്നത്, പക്ഷെ ചില കാര്യത്തിൽ നമ്മൾ തന്നെ ചിലപ്പോൾ തല്ലിപ്പൊളിയായി പോകും കേട്ടോ. ഇതൊരു കോർപ്പറേഷന്റെ ബോർഡാണ്. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത് കേട്ടോ ബോർഡിന്റെ അർത്ഥം. അതിന്റെ തൊട്ട് താഴെ ആ ബോർഡിന്റെ താഴെ തന്നെ കൊണ്ടുപോയിട്ട് പക്ക കൂനിയായിട്ട് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് മലയാളികളാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കുറേ ഭാഗത്ത് ഹിന്ദിക്കാർ ക്വാർട്ടേഴ്സിലും മറ്റൊന്നും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ചിലപ്പോൾ അതുങ്ങൾക്ക് വേസ്റ്റ് ഇടാൻ മറ്റുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നത്. അവർക്ക് ഈ മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ, അതായിരിക്കാം. ഇനി ഏത് ബോർഡ് ഇപ്പോൾ കോർപ്പറേഷൻ രീതിയിൽ വെക്കുകയാണെങ്കിലും എനിക്ക് സജഷൻ പറയാനുള്ളത് മലയാളത്തിൽ മാത്രമല്ല, നിങ്ങൾ ഇനി ഹിന്ദിയിൽ തീർച്ചയായിട്ടും ബോർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ വെക്കേണ്ടതുണ്ട്. എന്നാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം മലയാളികൾക്ക് തുല്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഹിന്ദിക്കാരും ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ റോഡ് നേരെ ക്രോസ് ചെയ്തിട്ട് ഈ നേരെ അമ്മാവണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നീല ചായ്പ് നിങ്ങൾ കാണുന്നുണ്ടാ, ആ ചായപ്പിലാട്ടോ നമ്മൾ അസീസ് ഖാന്റെ ചായക്കട. നമ്മൾ അസീസ് ഖാന്റെ ചായക്കടയാണ് മൊത്തം ജലച്ചായ ചിത്രം പോലെ നമ്മുടെ ചെളിവെള്ളത്തിൽ കുതിർന്ന് നിൽപ്പുണ്ട്. നേരെ പോയിട്ട് അസീസ് ഖാന്റെ ചായക്ക് ഓർഡർ നൽകിയിട്ട് നേരെ മേടിച്ചത് ഒരു ഇലയുടെയാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഇലയുടെ ഉണ്ട്, അത് തന്നെയാണ് കഴിക്കുക. ഒരു 2 ഇലയുടെ ചായ കുടിച്ചാൽ അൽഹംദുലില്ലാ ഇന്നത്തേക്കുള്ള ഭക്ഷണം ഓക്കെ ആയി. അപ്പം നമ്മുടെ റോഡിന്റെ നേരെ ക്രോസ് ചെയ്യുന്ന ആ ബിൽഡിംഗ് ആണ് പിന്നെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ. തൊട്ടിപ്പുറം കാണുന്ന ആ വലിയ കല്ലും കൊണ്ട് കെട്ടിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത്. ബിയറും മറ്റുള്ള സാധനങ്ങളൊക്കെ കോർപ്പറേഷൻ, അതായത് നമ്മുടെ ബീവറേജ് കോർപ്പറേഷനിലുള്ള സാധനങ്ങൾ വരുന്ന ഗോഡൗൺ ആണിത്. അപ്പം ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റേഷൻ കടയിലോട്ടുള്ള അരി സാധനങ്ങളും മുളകും ഒക്കെ വരുന്ന സംഭവമാണ് വെയർ ഹൗസും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ വണ്ടിയൊക്കെ അവിടെ സപ്ലൈക്കോടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ റൂമിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് അങ്ങേ ഭാഗം കാണുന്നതാണ് നമ്മുടെ കാൾടെക്സ്. ആ ഭാഗത്താണ് നമ്മുടെ സുനിത ഫർണിച്ചർ അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ നേരെ താഴോട്ടുള്ള വഴി നേരെ പോകുന്നത് നമ്മുടെ താവക്കര ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ. അതിൻ്റെ മെയിൻ റോഡാണിത്. 2 ഭാഗത്തോട്ടും വണ്ടികൾ എപ്പോഴും ബഹളങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ നേരെ തലേന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിലോട്ടുള്ള റോഡ് സൈഡ് തന്നെയാണ് എൻ്റെ റൂം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ, അതായത് നമ്മുടെ വെയർ ഹൗസിന് തൊട്ട് പുറകിലാട്ടോ നമ്മുടെ റൂം. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൺപാത പോലത്തെ ആ വീട്ടിലേക്കുള്ള റോഡാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്ന് പറയാൻ എടുത്തു പറയുന്നത് ഗ്രാമത്തിന്റെ ഭംഗി വിളിച്ചോതുന്ന സ്ഥലം കൂടി കേട്ടോ. ആ നേരെ ഓപ്പോസിറ്റ് തല തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടൗണാണ്, നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമഭംഗി പോലത്തെ ഒരു സ്ഥലമാണ്. കാരണം മാവും ചക്കയും മാങ്ങയും എന്താ പറയുന്ന കണിക്കൊന്നയും എല്ലാം അടങ്ങിയ ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ ഉള്ളൊരു വീടാണ്. അത് പഴയ ഒരു തറവാട് വീട്, ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ ചെടി. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ട് കണ്ണൂർ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു തൈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ ഫ്ലവർ ഇല്ലേ, ഈ ഫ്ലവർ ഉണങ്ങിയ ശേഷം കേട്ടോ നമ്മളെ വീടിൻ്റെ എന്താ വേണ്ടേ ചൂലുണ്ടാക്കുന്ന സംഭവം. അത് മുറ്റം അടിക്കുന്നില്ല, നമ്മൾ ടൈലിലൊക്കെ അടിക്കുന്ന നമ്മൾ ചൂലില്ലേ, നമ്മുടെ കടകളിലൊക്കെ കാണാം, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ ചൂലുണ്ടാക്കുന്നത് ഈ സാധനം ഈ ഫ്ലവർ ഉണങ്ങിയ ശേഷമാണ്. അപ്പോൾ അത് കുറേയൊക്കെ അവർ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് മുമ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു മാവുണ്ട്, ആ മാവിലാണ് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. കിളിച്ചുണ്ട മാങ്ങയാണ്. ഇതിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി താഴോട്ട് വീണാകെ ചീഞ്ഞ് പോകും. ആ വീട്ടുകാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, കസിബായി ഏതായാലും മാങ്ങയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് പറിച്ചുകൊണ്ട് പോയിക്കോളാൻ. അപ്പോൾ എന്തായാലും പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറേ മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം കുറച്ച് കൊണ്ടുപോയി നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റിയ അടിപൊളി മാങ്ങയാണ്. മഴ പെയ്താൽ പഴുക്കില്ല, അതെല്ലാം ചീഞ്ഞഴിഞ്ഞ് താഴോട്ട് വീഴും. അപ്പം നമ്മുടെ ആ സൈഡ് നമ്മുടെ റൂമിലോട്ട് വരുന്ന വഴിക്ക് ആ ഒരു മതിലിലാണ് ഞാൻ എൻ്റെ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. ഗാർഡൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കുറേ ചട്ടിയിലും പാത്രത്തിലും ചിരട്ടയിലൊക്കെ കുറേ ചെടികൾ കൊണ്ട് തിരികെ വെച്ച് സ്നേഹത്തോടെ പരിപാലിച്ച് കൊണ്ടുപോകുന്നു. അതിനാണ് നമ്മൾ മതിൽ ഗാർഡൻ എന്ന് പറയുന്നത്. അതിൻ്റെ മേലെ കുറച്ച് ഭാഗത്ത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് കുറച്ച് 10 മണിയും നട്ടിട്ടുണ്ട്. മഴയായതുകൊണ്ട് 10 മണിക്കൊക്കെ പൂക്കാൻ ഇച്ചിരി മടിയാണ്. ഇനി പതുക്കെ നമ്മുടെ 10 മണിക്ക് നശിച്ചു പോകട്ടോ, മഴ പെയ്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ നേരെ നമ്മുടെ റൂമിലോട്ട് കടന്നിട്ടുണ്ട്. ഈ ഒരു കൊച്ചു റൂമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലോകം. 3-4 പേരുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ലോകം എന്ന് പറയുന്നത് ഈ ഒരു റൂമിലാണ് ഉള്ളത്. എന്തായാലും നല്ല ഇരുട്ടുണ്ട്, പോയി ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നമ്മുടെ റൂം കണ്ടോ? ഇവിടെ ഞങ്ങൾ 3-4 ആൾക്കാരാണ്, ജാതിഭേദമന്യേ ഇപ്പം എങ്ങനെ തന്നെ പറയണമല്ലോ, എല്ലാവരും ചേർന്നാണ് ഇവിടെ ഉള്ളത്. അവരവരുടെ കാര്യം നോക്കി അന്നന്ന് പോകുന്നു. പിന്നെ ഈ കാണുന്ന കുന്ത്രാണ്ടങ്ങളൊക്കെ എൻ്റെ ആക്രി സാധനങ്ങളാണ്. കാർഡ്ബോർഡ്, കുപ്പികൾ, അതുപോലെ തന്നെ കവറുകൾ എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് കൂട്ടി വെക്കും. പിന്നെ ഇവിടെ നിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ കൊണ്ട് വെക്കും. അതെൻ്റെ ചെറിയൊരു ബിസിനസ്സായിട്ട് ഞാനത് കണക്കാക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന കട്ടിൽ, ഫാൻ ഇതൊക്കെ നമ്മുടേതാണ്. പിന്നെ ഈ കാണുന്ന തുണിയും കുപ്പായും മുഴുവൻ നമ്മുടേതും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സംസുക്കാരൻ്റെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന സഞ്ചിയിലെല്ലാം നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടി പലപ്പോഴായിട്ട് മേടിച്ച് വെച്ച സാധനങ്ങളാണ്. പിന്നെ കുറേ ആയിട്ട് ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹം ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരണമെന്ന് കേട്ടോ. നേരെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിലും കുറേ കുപ്പിയുണ്ട് സൈഡിൽ. പിന്നെ നമ്മൾ മഴയായതുകൊണ്ട് തുണിയെല്ലാം ഉള്ളിൽ തന്നെയാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ചെറിയൊരു വാഷ് ബേസിൻ, പിന്നെ ആ കാണുന്നത് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ റൂമിൽ വന്നാൽ മെയിനുള്ള പരിപാടി അലക്കേണ്ട പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് തുണികളെല്ലാം കൂടി വെള്ളത്തിൽ ഇട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേകിച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അതിനുശേഷം കേട്ടോ നമ്മുടെ തുണികളൊക്കെ അലക്കി പിന്നീടാണ് ഞാൻ കടന്നുറങ്ങുള്ളൂ. രാവിലെ വന്നിട്ടുള്ള നമ്മുടെ പരിപാടികളൊക്കെ മെയിനായിട്ട് അതൊക്കെ തന്നെയാണ്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, അതായത് വീട് വിട്ട് താമസിക്കുന്നവരുടെ മിക്കവരുടെയും കുറേ കാര്യങ്ങളാണ് ഇത് വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ. വീട്ടുകാരെന്ന് പറയാം, നിങ്ങൾക്ക് എന്താ ജോലി കഴിഞ്ഞ് റൂമിൽ വന്ന് കടന്നുറങ്ങിയാൽ പറയും വേറെ എന്താ നിങ്ങൾക്ക് പണിയെന്ന്. അപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുക, നമ്മുടെ റൂമുകൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക, നമ്മുടെ ബാത്റൂം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക. വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാത്തപ്പോൾ അവർ പറയേ, നിങ്ങൾക്ക് ഇതിൻ്റെ കഷ്ടപ്പാട് അറിയോ, നിങ്ങൾക്കൊക്കെ വെറുതെ ഒന്ന് കടന്നാൽ പോരെ. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക, എവിടെയും കിടക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ കടന്നുറങ്ങുക, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെല്ലാം വെറും മടി പിടിച്ച് കിടക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് മടി പിടിച്ച് കിടക്കാമല്ല. താങ്ങാൻ ആളുള്ളപ്പോഴല്ല നമ്മൾ തളർന്ന് കിടക്കുകയുള്ളൂ. അപ്പോൾ താങ്ങാൻ ആളിൽ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്വന്തം തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ക്ലീനിങ്ങിനായിട്ട് മെയിനായിട്ട് എടുക്കുന്നത് ഷാമ്പു ആട്ടോ. അതായത് ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ ഷാമ്പു ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഏകദേശമൊക്കെ ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വാഷ് ബേസിൻ, ബാത്റൂം, ക്ലോസറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക തിളക്കം, നല്ലൊരു തിളക്കം കിട്ടും. ഇതിന് മാത്രമല്ല നല്ല സ്മെല്ലും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും സോപ്പ് പൊടി എന്നല്ല ഉപയോഗിക്കാറ്. സാധാരണ ഒരു റുപ്യയുടെ ക്ലീനിക് പ്ലസ്സോ അല്ലെങ്കിൽ 10 റുപ്യയുടെ ചെറിയ ബോട്ടിൽ മേടിച്ചാൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഇത് എത്തും കേട്ടോ. അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ബ്രഷിൻ്റെ പല്ലൊക്കെ കുറേ പോയി, കാരണം 3-4 കൊല്ലമായി ഈ ബ്രഷ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കിടക്കുന്ന ഭാഗങ്ങളും നമ്മളിരിക്കുന്ന ഭാഗങ്ങളും നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം, മറ്റാരും വന്ന് ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഞങ്ങളിവിടെ ഷെയർ ചെയ്തെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചെയ്യും, സംസുഖ ചെയ്യും. അപ്പം ഞങ്ങൾ എല്ലാവരും മാറി മാറിയൊക്കെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. ഞങ്ങളുടെ റൂമൊക്കെ അത്യാവശ്യമൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തൊക്കെ ഒതുക്കിയൊക്കെ തന്നെ വെക്കാറുണ്ട് പരമാവധി. അപ്പം അതെല്ലാവരും ഒന്ന് എന്താ പറയുക, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ തുണിയൊക്കെ എന്തായാലും അലക്കി കഴിഞ്ഞ് ഇതൊന്ന് വിരിച്ചെടുത്തേ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഇങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോകളും കുറച്ച് തമാശകളൊക്കെ ആയിട്ട് കസിബായി ഇതുപോലെ നിങ്ങളുടെ മുമ്പിലോട്ട് തന്നെ എത്തും. കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലെയായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. കുറേ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്തെങ്കിലും വരുമാനത്തിന് അപ്പുറം നമ്മുടെ സന്തോഷം കൂടി ഞാൻ ഇതിനകത്ത് കണ്ടെത്തുകയാണ്. അപ്പം ഇന്ന് ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തുണിയൊക്കെ നന്നായി ഒന്ന് വിരിച്ചിടട്ടെ. അപ്പം പുതിയ വിശേഷങ്ങളൊക്കെ ഇനിയും നിങ്ങളോട് പറയാണ്ട്. വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയണം. ലൈക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ബൂസ്റ്റാക്കി തരണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ഇനി മതിൽ ഗാർഡൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. കാസിബായിൻ്റെ ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരുതാണെങ്കിലും ഇല്ല, പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എല്ലാവരും മുമ്പിലോട്ട് എത്തും. എല്ലാവരോടും ടാറ്റാ.